പക്ഷേ ഈ സഹോദരി കഴിഞ്ഞ 2 വർഷമായിട്ട് മുട്ടിന് തേയ്മാനമായിട്ട് നീൽ ക്യാപ്പ് ഇട്ടുകൊണ്ടായിരുന്നു നടക്കുന്നത്. മുട്ട് മടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കർത്താവിന്റെ അഭിഷേകത്തിനോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ സഹോദരി പറയുന്ന ഒരു വലിയൊരു ദൈവശക്തി അനുഭവിച്ചു. അതിനുശേഷം മുട്ട് മടക്കിയപ്പോൾ വളരെ ഈസി ആയിട്ട് മടക്കാൻ സാധിക്കുന്നു. ഇപ്പോൾ മുട്ടിന് വേദനയില്ല. 2 വർഷമായിട്ട് എനിക്ക് ഭയങ്കര പെയിൻ എന്ന് വെച്ചാൽ ഒട്ടും എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല. ഡോക്ടർ എന്നോട് പറഞ്ഞ് 2 മുട്ടും മാറ്റി വെക്കണമെന്നാ പറഞ്ഞു. പക്ഷെ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു ഒരിക്കലും ഞാൻ കത്തി വെക്കില്ല എന്നുള്ള ഒരു തീരുമാനം ഉണ്ടായിരുന്നു. എന്നും വൈകിട്ട് മോൻ വന്നിരുന്നാണ് എന്റെ കാലിരുന്ന് ഞെക്കുന്നത്. എത്ര പെയിൻ കില്ലർ കഴിച്ചാലും ഞാൻ മിക്കവാറും ദിവസങ്ങൾ എമിസെറ്റ് കഴിച്ചിട്ടാണ് കിടക്കുന്നത്. എത്രയാണേലും അതിന്റെ ഡോസ് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര പെയിനാവും. വൈകിട്ട് വന്നിരുന്ന് മോന്റെ പഠിത്തം എല്ലാം കഴിയുമ്പോൾ ഇവൻ വന്നിരുന്നോണ്ട് ഇങ്ങനെ പ്രസ് ചെയ്യും. ആ പ്രസ് ചെയ്യുന്ന സുഖത്തിലാണ് ഞാൻ രാത്രി കിടന്ന് ഉറങ്ങുന്നത് പോലും. എത്ര തൈലം പുരട്ടിയാലും നമ്മൾ എന്തൊക്കെ ഈ ഇംഗ്ലീഷ് മരുന്നായാലും കൊള്ളാം, ആയുർവേദ മരുന്നായാലും എന്ത് ഞാൻ ചെയ്തിട്ട് എന്റെ ഈ പെയിൻ ഒരു റിലീഫ് ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പൊ ഞാൻ ഇത്രയും നേരം നിന്നിട്ട് പോലും എന്റെ ഉപ്പൂച്ചിക്ക് ഒരു വേദനയുമില്ല. പക്ഷേ ഈ സഹോദരി കഴിഞ്ഞ 2 വർഷമായിട്ട് മുട്ടിന് തേയ്മാനമായിട്ട് നീൽ ക്യാപ്പ് ഇട്ടുകൊണ്ടായിരുന്നു നടക്കുന്നത്. മുട്ട് മടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കർത്താവിന്റെ അഭിഷേകത്തിനോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ സഹോദരി പറയുന്ന ഒരു വലിയൊരു ദൈവശക്തി അനുഭവിച്ചു. അതിനുശേഷം മുട്ട് മടക്കിയപ്പോൾ വളരെ ഈസി ആയിട്ട് മടക്കാൻ സാധിക്കുന്നു. ഇപ്പോൾ മുട്ടിന് വേദനയില്ല. ഈ പാസ്റ്റർ പറയുന്നത് കറക്റ്റ് ആണോ? കറക്റ്റ് ആണ്. ഇപ്പൊ പെയിൻ ഇല്ല. 2 വർഷമായിട്ട് എനിക്ക് ഭയങ്കര പെയിൻ എന്ന് വെച്ചാൽ ഒട്ടും എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല. ഡോക്ടർ എന്നോട് പറഞ്ഞ് 2 മുട്ടും മാറ്റി വെക്കണമെന്നാ പറഞ്ഞു. പക്ഷെ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു ഒരിക്കലും ഞാൻ കത്തി വെക്കില്ല എന്നുള്ള ഒരു തീരുമാനം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം തന്നെ എന്റെ കാലേന്ന് ഒരു ചൂട് വല്ലാതെ അനുഭവപ്പെട്ടു. സഹോദരി അത്ഭുതകരം കേട്ടോ. അതുപോലെ എന്റെ ഉപ്പൂറ്റിക്ക് ഭയങ്കര വേദനയായിരുന്നു. ഞാൻ ഇവിടെ വന്നിരുന്നപ്പോഴും ഭയങ്കര വേദന എടുത്തിട്ട് ഞാൻ പുറത്ത് ഷൂ ഊരിയിട്ടത് ഞാൻ പോയി തിരിച്ചെടുത്തിട്ടതാണ്. എനിക്ക് തറയിൽ നിൽക്കാൻ വയ്യാഞ്ഞിട്ട്. പക്ഷെ ഇത്രയും നേരം നിന്നിട്ട് പോലും എന്റെ ആ കാലയിലെ ആ വേദന പൂർണ്ണമായിട്ടും പോകും. എനിക്കൊരു വേദനയേ ഇല്ല. എന്നും വൈകിട്ട് മോൻ വന്നിരുന്നാണ് എന്റെ കാലിരുന്ന് ഞെക്കുന്നത്. എത്ര പെയിൻ കില്ലർ കഴിച്ചാലും ഞാൻ മിക്കവാറും ദിവസങ്ങൾ എമിസെറ്റ് കഴിച്ചിട്ടാണ് കിടക്കുന്നത്. എത്രയാണേലും അതിന്റെ ഡോസ് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര പെയിനാവും. വൈകിട്ട് വന്നിരുന്ന് മോന്റെ പഠിത്തം എല്ലാം കഴിയുമ്പോൾ ഇവൻ വന്നിരുന്നോണ്ട് ഇങ്ങനെ പ്രസ് ചെയ്യും. ആ പ്രസ് ചെയ്യുന്ന സുഖത്തിലാണ് ഞാൻ രാത്രി കിടന്ന് ഉറങ്ങുന്നത് പോലും. മനസ്സിലാവും, ഞങ്ങൾക്ക് ഇത് മനസ്സിലാവും. അങ്ങനെയുള്ള പലരും ഉണ്ട് ഇതിനകത്ത്. എന്നിട്ട് എന്നായിരുന്നു ബാക്കി പറഞ്ഞു? എത്ര തൈലം പുരട്ടിയാലും നമ്മൾ എന്തൊക്കെ ഈ ഇംഗ്ലീഷ് മരുന്നായാലും കൊള്ളാം, ആയുർവേദ മരുന്നായാലും എന്ത് ഞാൻ ചെയ്തിട്ട് എന്റെ ഈ പെയിൻ ഒരു റിലീഫ് ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പൊ ഞാൻ ഇത്രയും നേരം നിന്നിട്ട് പോലും എന്റെ ഉപ്പൂച്ചിക്ക് ഒരു വേദനയുമില്ല. നടക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. മുട്ട് മടക്കാം. മടക്കത്തില്ലായിരുന്നു. മുട്ട് ഒരു സ്വല്പം പോലും മടക്കത്തില്ലായിരുന്നു. ഞാൻ കാലിങ്ങനെ സ്റ്റഡിയിലേക്ക് വടി പോലെ നടക്കുന്നത്. കാരണം ഈ ബോൾസിനകത്തെ ഫുൾ ഫ്ലൂയിഡും പോയതാ. ഞാൻ എക്സ്റേ എടുത്തു, എല്ലാം എടുത്തു നോക്കിയപ്പോ അതിനകത്ത് ഒട്ടും ഫ്ലൂയിഡ് ഇല്ല. അത് കാരണം എനിക്ക് ഇങ്ങനെ ചെയ്യുമ്പോ എന്റെ ആ ബോൺസ് ഒരയുന്നത് എനിക്ക് തന്നെ അറിയാം. ഇങ്ങനെ ക്രാക്ക് ആകുന്ന എനിക്ക് അപ്പൊ എനിക്ക് ഭയങ്കര അതിവേദനയാ. ഇതിപ്പോ എനിക്ക് മടക്കുന്നേ പോലും ഒരു വേദനയുമില്ല. ഇത്രയും ഞാൻ അതിവേദനയായിരിക്കും. ഡോക്ടർമാരാരെങ്കിലും ഇതിലിരിപ്പുണ്ടാവും. ഇനി ഡോക്ടേഴ്സ് ഈ മുട്ടിലെ ഫ്ലൂയിഡ് എല്ലാം പോയ ഒരാൾക്ക് മുട്ട് മടക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ഒരു ഡോക്ടറാണ് ആ പറയുന്നത്. അന്ന് ആന്റി ഒന്ന് മടക്കി കാണിച്ചു. ഞാൻ കയറുന്ന പോലും ഒരു കാലെടുത്ത് വെച്ച് ഒരു കാല് പൊക്കി വെച്ച് അങ്ങനെയാണ്. അല്ലാതെ ഈ സ്റ്റെപ്പ് ഒന്ന് കയറി. ഇത് വലിയ സ്റ്റെപ്പാണ്, ഭയങ്കര ഹൈറ്റ് ഉള്ള സ്റ്റെപ്പ്. ഒന്ന് കരമടിച്ച് കർത്താൻ. Sister, congratulations. You are healed. Amen. You are healed. Yes. In the name of Jesus. Amen.